എത്ര വലിയ വർഗീയമായ ധ്രുവീകരണമാണ് ഇവർ തുടക്കം തൊട്ട് നടത്തിയത്? വർഗീയ ധ്രുവീകരണം മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയ വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ. ഒരു വീഡിയോ, അശ്ലീല വീഡിയോ നിർമ്മിച്ചു. പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോയി. അവർ പിന്നാക്കം പോയിട്ടും പാർട്ടി സെക്രട്ടറി പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ അന്വേഷണം എന്തായി? വടകരയിലെ തെരഞ്ഞെടുപ്പ്, വടകരയിലല്ല, കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ്, ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം CPM-ന്റെ സൈബർ ഫാക്ടറിയിൽ നിന്നൊരു വർഗീയ കാർഡ് നിർമ്മിക്കപ്പെടുകയാണ്. ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, ഒരു വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫിർ പരാമർശം വരുന്നു. അത് ആ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തി അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു പൊതുസമൂഹത്തിന്. ഏത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വ്യാജമായി CPM ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിയുന്ന ഒരു വർഗീയ പ്രചരണത്തെ പിറ്റേ ദിവസം ഓൺ ചെയ്തതാരാണ്? തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആ വാചകത്തെ ഓൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആളുടെ പേര് ശ്രീമതി KK ശൈലജ എന്നല്ലേ? അപ്പോൾ CPM-ന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ വർഗീയ കാർഡ് ഒരു മടിയുമില്ലാതെ, ഒരു അറപ്പുമില്ലാതെ എടുത്ത് വളരെ യഥേഷ്ടം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശശികല ടീച്ചർ ചെയ്യുന്ന അതേ പണി തന്നെയാണ്. ശശികല ടീച്ചർ പ്രഭാഷണം നടത്തുന്നു, ഇവർ പ്രവർത്തിക്കുന്നു. എന്താ വ്യത്യാസമുള്ളത്? തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതുപോലെ ഒരു കേസ് ഉണ്ടാക്കി. ശ്രീ ജോ ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ തൃക്കാക്കരയിലെ ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. വലിയ കോലാഹലം ഉണ്ടാക്കി. എന്തായി അതിന്റെ അറസ്റ്റും കാര്യങ്ങളും? UDF-ന്റെ ഉന്നതനായ നേതാവ്, അന്ന് പ്രതിപക്ഷ നേതാവിന്റെ പേരാണ് പരോക്ഷമായി പരാമർശിച്ചത്. നമസ്കാരം. കേരളത്തിൽ 2 ടീച്ചർമാരുണ്ട്. ഒരു ശശികല ടീച്ചറും മറ്റൊരു ശൈലജ ടീച്ചറും. ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകയാണ്. അവരെവിടെ എന്ത് പ്രസംഗിച്ചാലും അവിടെ പച്ച വർഗീയത പറയും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഏതാണ്ട് അതേ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ KK ശൈലജ ടീച്ചറും സംസാരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശൈലജ ടീച്ചർ അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ അതിനിശിതമായ പല വിമർശനങ്ങളുമാണ് നടത്തിയത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ, പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താവെന്ന് അവകാശപ്പെടുന്ന ശൈലജ ടീച്ചർ താൻ ഇരിക്കുന്ന അല്ലെങ്കിൽ താൻ വഹിക്കുന്ന പദവിക്ക് നിരക്കാത്ത തരത്തിലാണ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. തൻ്റെ മകൻ്റെ മാത്രം പ്രായമുള്ള തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ MLA-യെ കുറിച്ച് വർഗീയപരമായ പല പരാമർശങ്ങളാണ് ശൈലജ ടീച്ചർ നടത്തിയത് എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകയായ ശൈലജ ടീച്ചറും ഇങ്ങനെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും പ്രസംഗിക്കുന്നത് കേൾക്കാറുള്ളത്. അവർ എവിടെ എന്ത് സംസാരിച്ചാലും ശൂന്യതയിൽ നിന്ന് ഓരോരോ വിവരങ്ങൾ കണ്ടെടുക്കുകയും അതിൽ പച്ചയായി വർഗീയത കുത്തിക്കലർത്തി സംസാരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. ഇതേ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ശൈലജ ടീച്ചറും പ്രസംഗിക്കുന്നത്. അതായത് 2 ടീച്ചർമാരും, ഒരാൾ ശൈലജ, ഒരാൾ ശശികല, ഇവർ 2 പേരും തമ്മിൽ പേരിലെ ഒരു സാമ്യം പോലെ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ പെരുമാറ്റ രീതികളിലും സംസാര രീതികളിലും കേരളത്തിന് മനസ്സിലാകുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസ്താവിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പൊതുപ്രവർത്തകർ ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പുരോഗമന ചിന്ത, കേരളത്തിന്റെ സാംസ്കാരിക തലം എവിടെ ചെന്ന് നിൽക്കും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല വീഡിയോ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ഷാഫി പറമ്പിലാണ് എന്ന രീതിയിൽ ശൈലജ ടീച്ചർ എവിടെയൊക്കെ സംസാരിച്ചു. എന്നാൽ നിജസ്ഥിതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ ഇനി ഓടില്ല എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് ശൈലജ ടീച്ചറിന് സമ്മതിക്കേണ്ടതായി വന്നു എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുകയുണ്ടായി. ഇത് നമ്മുടെ സാംസ്കാരിക മൂല്യച്യുതി തന്നെയാണ് കാണിക്കുന്നത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും പൊതുപ്രവർത്തകരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ സുതാര്യമായ ജീവിത രീതിയും സുതാര്യമായ സംഭാഷണ രീതികളും ശീലിച്ചിരിക്കണം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞത്. പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ 4 വോട്ടിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി, ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ശൈലജ ടീച്ചറും ശശികല ടീച്ചറും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില സന്ദർഭങ്ങളിലെല്ലാം എടുത്തെടുത്ത് പറഞ്ഞത്. ശൈലജ ടീച്ചറെ കുറിച്ചും ശശികല ടീച്ചറെ കുറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമുക്ക് കിട്ടുന്ന പദവികളെല്ലാം നമുക്ക് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് അവരവർ തീരുമാനിക്കണം. അതിനകത്ത് ഞാൻ കമന്റ് ചെയ്യാനില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ആ സംഭവം അറിയില്ല. 2 പേരും പറഞ്ഞ
രണ്ടുപേരുടെ വ്യത്യസ്തമായിട്ടുള്ള വേർഷനുകൾ എനിക്കറിയുള്ളൂ. ഞാൻ ആ സംഭവത്തിൻ്റെ സാക്ഷിയോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിയില്ല. അത് രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ കുറച്ച് BJP പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ വളരെ മോശമായി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ശശികല ടീച്ചറെ നിങ്ങൾ ആ ശൈലജ ടീച്ചറുമായി താരതമ്യപ്പെടുത്തി ശരിയല്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടു. തിരിച്ചുമുള്ള അഭിപ്രായം കേട്ടു. അപ്പോൾ അതിനകത്ത് ഞാനൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ വടകര തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് വടകര തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി PR ഏജൻസിയുടെ സഹായത്തോടു കൂടി ബിൽഡപ്പ് ചെയ്തിരുന്നൊരു വ്യാജ ബിംബം തകർന്നടിയുന്ന കാഴ്ച നമ്മൾ വടകര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. ഏതെല്ലാം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ശ്രീമതി KK ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഉന്നയിച്ചത്. ലീഗിൻ്റെ കൊടി കണ്ടപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയാണ്. ലീഗിൻ്റെ കൊടി പശ്ചാത്തലത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത്, ഷാഫി ശ്രീ എന്നൊന്നും ചേർത്തിട്ടില്ല, അത് ഞാൻ എൻ്റെ ഒരു ബഹുമാനത്തിൽ പറഞ്ഞതാണ്, ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് തരാം, ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും സംഘപരിവാറിൻ്റെ ഏതോ ഹാൻഡിലാണ്. നല്ല ചുവപ്പിൻ്റെ പടയാളികൾ എന്നാണ് ആ പേജിൻ്റെ പേര്. പച്ചക്കൊടി കാണുമ്പോഴത്തേക്കിന് പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് CPM. ഇനി അതൊരു പ്രൊഫൈലാണ്, ഫേക്ക് ID ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. വടകരയിലെ CPMൻ്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ? വടകരയിൽ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ്. നമ്മൾ ഈ പരാമർശം കേട്ടിട്ടുള്ളത് സാധാരണ സംഘപരിവാറുകാരിൽ നിന്നാണ്. അപ്പോൾ ശ്രീമതി ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്ത് വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രചരണം കാണുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് അനുസ്മരിക്കേണ്ടത്? നമ്മൾ ഇത്തരം വർഗീയത കേട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ്? നമ്മൾ സാധാരണ ശ്രീമതി KP ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ശ്രീമതി KK ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേൾക്കുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറയട്ടെ, ശ്രീമതി ശശികലയുടെ പ്രത്യേകത എന്താ? നിലവിലില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വർഗീയത എടുത്തുകൊണ്ടുവന്ന് വാരി വിതറുക. വടകരയിലെ തെരഞ്ഞെടുപ്പ്, വടകരയിലല്ല കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ്, ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം CPMന്റെ സൈബർ ഫാക്ടറിയിൽ നിന്നൊരു വർഗീയ കാർഡ് നിർമ്മിക്കപ്പെടുകയാണ്. ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, ഒരു വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫിർ പരാമർശം വരുന്നു. അത് ആ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തി അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു പൊതുസമൂഹത്തിന്. ഏത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വ്യാജമായി CPM ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിയുന്ന ഒരു വർഗീയ പ്രചരണത്തെ പിറ്റേ ദിവസം ഓൺ ചെയ്തതാരാണ്? തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആ വാചകത്തെ ഓൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആളുടെ പേര് ശ്രീമതി KK ശൈലജ എന്നല്ലേ? അപ്പോൾ CPMന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ വർഗീയ കാർഡ് ഒരു മടിയുമില്ലാതെ ഒരു അറപ്പുമില്ലാതെ എടുത്ത് വളരെ യഥേഷ്ടം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശശികല ടീച്ചർ ചെയ്യുന്ന അതേ പണി തന്നെയാണ്. ശശികല ടീച്ചർ പ്രഭാഷണം നടത്തുന്നു, ഇവർ പ്രവർത്തിക്കുന്നു. എന്താ വ്യത്യാസമുള്ളത്? എനിക്ക് വ്യത്യാസം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഞാനവിടെ ചുമതലയുണ്ടായിരുന്ന ഒരാളാണ്. എത്ര വലിയ വർഗീയമായ ധ്രുവീകരണമാണ് ഇവർ തുടക്കം തൊട്ട് നടത്തിയത്? വർഗീയ ധ്രുവീകരണം മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയ വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ. ഒരു വീഡിയോ, അശ്ലീല വീഡിയോ നിർമ്മിച്ചു. പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോയി. അവർ പിന്നാക്കം പോയിട്ടും പാർട്ടി സെക്രട്ടറി പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ അന്വേഷണം എന്തായി? ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് ഹീനമായ, എത്ര ഹിംസാത്മകമായ മാർഗം ഉപയോഗിക്കുക? ഒറ്റ കാര്യം, ശ്രീമതി ശൈലജയുടെ മകന്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ, ശ്രീമതി ശൈലജയുടെ മകന്റെ പ്രായമാണല്ലോ ശ്രീ ഷാഫി പറമ്പിലുള്ളത്, മകന്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം പറ, രാഷ്ട്രീയമായി സംവദിക്കുക. ദേശാഭിമാനി 3 ദിവസമല്ല എൻ്റെ പേരിൽ വാർത്ത എഴുതിയത്. 3 ദിവസം എന്തായി? എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ? ഞാൻ അത്തരത്തിലൊരു വീഡിയോ നിർമ്മിച്ചു, ശ്രീ ഷാഫി പറമ്പിൽ അറിവോട് കൂടി ഞാൻ നിർമ്മിച്ചു എന്നായിരുന്നല്ലോ വാർത്ത. എന്താ അതിൻ്റെ അന്വേഷണം? ഇപ്പം അന്വേഷണം നടത്തണ്ടേ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും പറയുക. ഇതിന് സമാനമായിരുന്നു ഇവർ കേരളീയ രാഷ്ട്രീയ മണ്ഡലത്തെ CPM ഏത് പന്താവിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതുപോലെ ഒരു കേസ് ഉണ്ടാക്കി. ശ്രീ ജോ ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ തൃക്കാക്കരയിലെ ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. വലിയ കോലാഹലം ഉണ്ടാക്കി. എന്തായി അതിൻ്റെ അറസ്റ്റും കാര്യങ്ങളും? UDFന്റെ ഉന്നതനായ നേതാവ്, അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പേരാണ് പരോക്ഷമായി പരാമർശിച്ചത്. അന്വേഷണം എന്തായി? 1 വർഷം കഴിഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തോ? ചോദ്യം ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഹീനമായ ഹിംസാത്മകമായ മാർഗങ്ങൾ ഉപയോഗിക്കും.